ഹലോ കൂട്ടുകാരെ, 7/7 പോർട്ടൽ കഴിഞ്ഞിട്ട് ഇങ്ങോട്ടുള്ള എനർജീസ് കുറച്ചൊന്ന് ഹെവി എനർജീസാണ്. പ്രത്യേകിച്ചും ഈ ഒരു ന്യൂ മൂൺ കഴിഞ്ഞിട്ടുള്ള എനർജീസ്. അപ്പോൾ ഇതിനെക്കുറിച്ച് കുറേയധികം മെസ്സേജസ് വരുന്നുണ്ട്. അതുകൊണ്ട് കളക്റ്റീവായിട്ടുള്ള ഒരു എനർജി അപ്ഡേറ്റാണ്. അപ്പോൾ കളക്റ്റീവായിട്ടുള്ള ഒരു എനർജി അപ്ഡേറ്റ് എന്ന് പറയുമ്പോൾ 8/8 പോർട്ടൽ എന്ന് പറയുമ്പോൾ എല്ലായ്പ്പോഴും ഒരു ഫെമിനൈൻ എനർജിക്ക് ഒരു അബൻഡൻസിൻ്റെ ഒരു ചാനൽ സ്റ്റാർട്ടാവുന്ന ഒരു ടൈം ലൈനാണ്. അപ്പോൾ അതിന് മുമ്പായിട്ട് ഇൻറ്റൻസ് ക്ലെൻസിങ് എന്ന് പറയുന്നത് 7/7 പോർട്ടലിൽ ഫെമിനൈൻ എനർജീസിൻ്റെ ലൈഫിൽ പ്രത്യേകിച്ച് നടക്കുന്ന ഒരു ടൈമാണ്. അതിൻ്റെ കൂടെ തന്നെ ഈ ഒരു കറൻറ്റ് ടൈം ലൈനിലുള്ള പ്ലാനറ്റ്സിൻ്റെ ഒക്കെ ഒരു പ്രഭാവം അല്ലെങ്കിൽ ആ ഒരു എനർജീൻ്റെ ഒരു വ്യതിയാനത്തിൽ ഈ ഒരു ടൈം എന്ന് പറയുന്നത് ഹെവി ആയിട്ടുള്ള ഒരു എനർജീസാണ്. പ്രത്യേകിച്ചും ഫെമിനൈൻ എനർജീൻ്റെ ലൈഫിൽ എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ഒരു കാറ്റഗറിയിൽ അല്ലെങ്കിൽ ആദ്യത്തെ ഒരു കാര്യം ഇവിടെ നോട്ടീസ് ചെയ്യാനുള്ളത് കളക്റ്റീവായിട്ട് ഫെമിനൈൻ എനർജീസ് ഇന്നർ വർക്കൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ പോലും കഴിഞ്ഞ ഒരു 7 to 10 days അല്ലെങ്കിൽ 12 days വരയ്ക്കും ഒരു എക്സ്ട്രീം മസ്കുലൈൻ എനർജിയിലേക്ക് വന്നിട്ട് വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടായിരിക്കും. അതായത് ഇന്നർ വർക്ക് പ്രോപ്പറായിട്ട് ചെയ്യാൻ പറ്റുന്നില്ലായിരിക്കാം. കുറച്ചുകൂടെ ലോജിക്കലായിട്ട് കാര്യങ്ങളെ കാണുന്നു. 3D റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് വർക്ക്സിലേക്ക് എൻഗേജ്ഡ് ആയിട്ട് അറിഞ്ഞോ അറിയാതെ ഇന്നർ വർക്കിന് പ്രയോറിറ്റി കൊടുക്കാൻ പറ്റുന്നില്ല. അതിൻ്റെ ഒരു ഗിൽട്ട് ഉള്ളിൻ്റെ ഉള്ളിൽ ഉണ്ടെങ്കിൽ അതിനെ ലെറ്റ് ഗോ ചെയ്യുക. കാരണം ട്വിൻ ഫ്ലെയിം ജേർണിയിൽ പലപ്പോഴും നമ്മളുടെ ഒരു ടാസ്ക് അല്ലെങ്കിൽ ലെസൺസ് എന്ന് പറയുന്നത് 5Dയിൽ നമ്മൾ ഗ്യാദർ ചെയ്ത ഒരു എനർജീനെ 3Dയിലേക്ക് നമ്മൾ ഇൻറ്റിഗ്രേറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോഴായിരിക്കും പലപ്പോഴും അതൊരു ഡിവൈൻ്റെ ടെസ്റ്റായിട്ട് നമ്മുടെ ലൈഫിലേക്ക് വരാവുന്നതാണ്. അപ്പോൾ കാർമിക് ക്ലിയറൻസ് നടക്കുന്ന ടൈമാണെങ്കിൽ നമ്മളുടെ 3D ഓറിയൻറ്റഡ് ആയിട്ടുള്ള ലൈഫിൽ കുറേ മാറ്റങ്ങൾ വരുന്ന ടൈം ലൈൻ ആണെങ്കിലൊക്കെയും നമ്മൾക്ക് പലപ്പോഴും അത്രയും ഒരു ഇൻറ്റൻസ് ആയിട്ടുള്ള ഇന്നർ വർക്ക് ചെയ്യാൻ സാധിക്കില്ല എന്നുള്ള കാര്യം മനസ്സിലാക്കിക്കൊണ്ട് ആ കാര്യങ്ങളെ, അതായത് ആ ഒരു കാര്യത്തെ റിയാലിറ്റി ആയിട്ട് അക്സെപ്റ്റ് ചെയ്യുക. പക്ഷേ എക്സ്ട്രീമായിട്ടുള്ള മസ്കുലൈൻ എനർജിയിലേക്ക് പോകുമ്പോൾ ജസ്റ്റ് ഒന്ന് സെൽഫ് ലവിലിരിക്കാനായിട്ട് സെൽഫ് കെയർ ചെയ്യാനായിട്ട് ശ്രമിക്കുമ്പോൾ പിന്നെയും നമ്മളുടെ ഉള്ളിലെ ആ ഒരു ഇന്നർ ഫെമിനൈനെ നമ്മൾക്ക് കുറച്ചൊന്ന് ബാലൻസ് ചെയ്യാനായിട്ട് ഈസി ആയിട്ട് ഇന്നർ ഫെമിനൈനെ ബാലൻസ് ചെയ്യാൻ പറ്റും. അടുത്തതായിട്ട് കുറച്ച് ഫെമിനൈൻ എനർജീസിന് മെഡിറ്റേഷൻസ് ചെയ്യാൻ പറ്റുന്നില്ല. ഒത്തിരി തോട്ട്സ് വരുന്നു. ഓവർ തിങ്കിങ് ആണെന്ന് പറയുമ്പോൾ ഈ തോട്ട്സ് എന്ന് പറയുന്നത് അടുത്ത ഒരു ഹീലാവാനുള്ള ലെയേഴ്സ് തോട്ട്സിൻ്റെ രൂപത്തിൽ സർഫേസിൽ വരുന്നതാണെന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഇവിടെ ചെയ്യേണ്ടത് ജേർണലിംഗ് ആണ്, ഗ്രൗണ്ടിങ് ആണ്. പിന്നെ വന്നിട്ട് ഗട്ട് ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ്, അതായത് വയറ് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് കളക്റ്റീവിൽ ഈ ഒരു ടൈം ലൈനിൽ ഉള്ളതാണ്. അതേപോലെ തന്നെ ഇൻറ്റൻസ് ആയിട്ട് DMന് മിസ്സാവുന്ന എനർജി ആൻഡ് ഹൈ ആയിട്ടൊരു സെക്ഷുവൽ എനർജി ഫീൽ ആവുന്നുണ്ടെങ്കിൽ അത് ഈവൻ നന്നായിട്ട് ബാലൻസ് ആയ DFലാണെങ്കിൽ പോലും ഈ ഒരു എനർജി ഫീൽ ആവുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കുക ഈ ഒരു ടൈമിൽ മസ്കുലൈൻ എനർജീൻ്റെ അവരുടെ കൗണ്ടർ പാർട്ടിൻ്റെ ആ ഒരു സേക്രൽ ചക്രേൻ്റെ ക്ലെൻസിങ് യൂണിവേഴ്സായിട്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ ആ ഒരു എനർജി, അതായത് ചക്രാസ് ലിങ്ക്ഡ് ആയതുകൊണ്ട് തന്നെ ആ ഒരു എനർജി നമ്മൾ പിക്ക് ചെയ്യുന്നതാണെന്ന് മനസ്സിലാക്കി ആ ഒരു എനർജീനെ ലെറ്റ് ഗോ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതേപോലെ തന്നെ DMനെ മിസ്സാവുന്ന ആ ഒരു ഇൻറ്റൻസ് എനർജി വരുമ്പോൾ ജസ്റ്റ് മെഡിറ്റേഷനിലിരുന്നു കൊണ്ട് ഹാർട്ട് ടു ഹാർട്ട് ആയിട്ടുള്ള ആ ഒരു കണക്ഷനെ ഫീലായിട്ട് മറ്റുള്ള കോഡ്സ് അല്ലെങ്കിൽ മറ്റുള്ള എനർജീസിനെ യൂണിവേഴ്സായിട്ട് ക്ലെൻസ് ചെയ്യുന്നത് വിഷ്വലൈസ് ചെയ്യുക. അടുത്തതായിട്ട് കളക്റ്റീവിൽ ബോഡി പെയിൻസ് കളക്റ്റീവായിട്ട് ഉള്ള ഒരു അല്ലെങ്കിൽ ഗോ ത്രൂ ആവുന്ന ഒരു ടൈം ലൈനാണിത്. ഇത് എന്ന് പറയുന്നത് നമ്മളുടെ ബോഡിയിലുള്ള മെമ്മറീസ് അല്ലെങ്കിൽ DNA ലെവലിൽ ഒരു ഹീലിംഗ് യൂണിവേഴ്സായിട്ട് നടത്തിക്കൊണ്ട് ലൈറ്റ് ബോഡി ആക്ടിവേഷൻ അല്ലെങ്കിൽ ലൈറ്റ് കോഡ്സിനെ ആക്ടിവേറ്റ് ചെയ്യുന്ന ടൈം ലൈൻ ആയതുകൊണ്ടാണ് ഈ ഒരു ബോഡി പെയിൻ തോന്നുന്നത്. ഇതല്ലാതെ പാസ്റ്റ് ലൈഫ് റിലേറ്റഡ് ആയിട്ടുള്ള ഡ്രീംസ് റിസീവ് ചെയ്യുന്നുണ്ടെങ്കിൽ
അവിടെ ആ ഒരു അവയർനെസ്സിൽ വന്നുകൊണ്ട് ആ പാസ്റ്റ് ലൈഫ് റിലേറ്റഡ് ആയിട്ടുള്ള ട്രോമാസിനെയും റിപ്പീറ്റഡ് പാറ്റേൺസിനെയും നമ്മളുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ നിന്നും ഹീലാവുന്നത് കൊണ്ടാണ് അങ്ങനെ ചിലപ്പോൾ കുറച്ച് പേടിപ്പെടുത്തുന്ന ഡ്രീംസൊക്കെയും വരുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കുക, ഇത് ജസ്റ്റ് ആ ഒരു ഹീലിങ്ങിൻ്റെ പാർട്ടായിട്ട് യൂണിവേഴ്സായിട്ട് അവിടെ ഒരു സ്റ്റാൻഡ് എടുത്തുകൊണ്ട് മുമ്പോട്ട് നമ്മളെ നയിക്കുന്നതാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് സറണ്ടർ ചെയ്യുക. ഈ കാര്യങ്ങളെയും ഫോഴ്സായിട്ട്, അതായത് ഫോഴ്സിബിളായിട്ട് ഇന്നർ വർക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. കൂടുതലും റെസ്റ്റ് എടുക്കാനായിട്ട് ശ്രമിക്കുക. കാരണം ഇവിടെ കൂടുതൽ ഫെമിനൈൻ എനർജീസിലും ഹാർട്ട് ചക്രയിൽ ഹെവി ആയിട്ടുള്ള പേർജിങ്ങും പെയിനും, അതായത് പിന്നെയും ഒരു സെൽഫ് വർത്ത് ഇഷ്യൂസ് സർഫേസിൽ വരുന്നുണ്ട്. ആൻഡ് ലോൺലിനെസ്, ഈ രണ്ട് പെയിന് കൂടുതലായിട്ടും ഫെമിനൈൻ എനർജീസിന് കളക്റ്റീവായിട്ട് സർഫേസിൽ വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ സെൽഫ് ലവിൽ കൂടുതലായിട്ട് ഇരിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ ആരെങ്കിലും ഗോ ത്രൂ ആവുന്നുണ്ടെങ്കിൽ അതിനുവേണ്ടി പേടിക്കേണ്ട ആവശ്യമില്ല. ഈ ഒരു ടൈം ലൈനിൽ കളക്റ്റീവായിട്ടുള്ള എനർജി ആണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് കൂടുതലായിട്ടും റെസ്റ്റ് എടുക്കുക, ഗ്രൗണ്ടിങ് ചെയ്യുക. ഇത് രണ്ട് കാര്യങ്ങളാണ് ഇവിടെ ചെയ്യാൻ പറ്റുന്നത്. ഇനി ഇതല്ലാതെ വളരെ കുറഞ്ഞ ഒരു പെർസെൻറ്റേജിലുള്ള ഫെമിനൈൻ എനർജീസിന് സൈക്കിക് അറ്റാക്സിലൂടെ ഗോ ത്രൂ ആവുന്നുണ്ട്. അതിപ്പം എനർജി വാമ്പേഴ്സ് എന്ന് നമ്മൾ പറയും. അങ്ങനെയൊക്കെ ഉള്ള ആൾക്കാരിലേക്ക് എനർജി ലീക്ക് ചെയ്തുകൊണ്ട് വളരെയധികം ഒരു എനർജി ലീക്കേജ് നടന്നതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു ഔട്ട്കമ്മായിട്ട് അവരിൽ ഓവർ തിങ്കിങ്, ബോഡി പെയിൻസ്, അതേപോലെ തന്നെ ഈ ജേർണി ഉള്ളതാണോ, അല്ലെങ്കിൽ ഈ സ്പിരിച്വൽ അവേക്കനിങ്ങിൽ ഞാൻ മുമ്പോട്ട് പോകുമ്പോൾ ഒരു അൺസർട്ടിനിറ്റി, അതായത് എന്താണ് ഏതാണ് ഒരു സറണ്ടർ സ്റ്റേജ് അല്ലാതെയുള്ള തിങ്കിങ് പാറ്റേൺ വരുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കുക അതൊരു സൈക്കിക് അറ്റാക്കിൻ്റെ ഒരു ഔട്ട്കം ആണെന്ന്. ഇവിടെ ചെയ്യേണ്ടത് എന്താണെന്ന് പറഞ്ഞാൽ ഓറയെ പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള കാര്യങ്ങൾ, അതേപോലെ തന്നെ ഗ്രൗണ്ടിങ്, കോഡ് കട്ടിങ്, ഓറ ക്ലെൻസിങ് റിലേറ്റഡ് ആയിട്ടുള്ള മെഡിറ്റേഷൻസ് കൂടുതലായിട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇത്രയുമാണ് കളക്റ്റീവായിട്ടുള്ള ഒരു എനർജി അപ്ഡേറ്റ്. ഈ ഒരു കണ്ടൻറ്റ് ഹെൽപ്ഫുള്ളാണെങ്കിൽ ചാനലിനെ ലൈക്ക് ചെയ്യാവുന്നതാണ്, ഷെയർ ചെയ്യാവുന്നതാണ്, സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. താങ്ക് യു സോ മച്ച്. ബ്ലെസ്സിങ്സ്. ഓം നമഃ ശിവായ.